അതിപ്പോ അങ്ങനെ ആർക്കും അറിയൊന്നുമില്ല. അനുനയ അനൂപ് എന്നാ ശരിക്കും പേര്. മീനാക്ഷി എന്നെ വീട്ടിൽ വിളിക്കുന്ന പേര്. ചേച്ചി എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഞാൻ കരയുന്നത് പറഞ്ഞാൽ അവൻ അത് റിയലൈസ് ചെയ്യാനായിട്ടില്ല. അത് നമ്മൾ ചുമ്മാ അഭിനയിക്കുന്നതാണെന്നൊന്നും അറിയത്തില്ല. അപ്പൊ ഇപ്പൊ ഭയങ്കരമായിട്ട് കരയും. കമന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടോ? ലേഡി അത് ഞാൻ കാണാറുണ്ട്. ഇതിൽ പൃഥ്വിരാജ് ഉണ്ടെന്ന് എല്ലാരും പറഞ്ഞിട്ട് ഞാൻ മാത്രം വിശ്വസിച്ചില്ല. ഞാൻ പറഞ്ഞു തീരെ കംഫർട്ടബിൾ അല്ലാതെ ഞാനിത് ഇത് എങ്ങനെയാ ഇത് എടുക്കാൻ പോകുന്നേ ഒന്നും അറിയാതെ വേഗം അങ്ങോട്ട് കയറി മിണ്ടാനോ എന്താ മിണ്ട് അങ്ങനെ പേരെന്താന്നൊന്നും എന്നെ ആയാലും ചോദിക്കാൻ പറ്റത്തില്ല. എന്ത് രസമായിട്ട് സംസാരിക്കുന്നത് ഞാൻ ഇങ്ങനെ കേൾക്കുമ്പോ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഹായ്, ഇന്ന് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ടീമിനെ സംബന്ധിച്ച് ഒരു സ്പെഷ്യൽ ഡേ ആണ്. കാരണം എന്താണെന്നല്ലേ, ഈ ഓണക്കാലത്ത് ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ മലയാളികൾക്ക് കുറച്ച് ഇഷ്ടം ഈ ആളോട് കൂടുതലാണ്. അപ്പോൾ ആ ആള് ആരാണെന്ന് അറിയാൻ ഞങ്ങൾ അങ്ങ് ട്രിവാൻഡ്രത്ത് നിന്ന് കോട്ടയത്ത് വന്നിരിക്കുകയാണ്. ആരാണെന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി തരാം. എൻ്റെ കൂടെ പോരെ. ഹായ്, ഹലോ, ഹാപ്പി ഓണം. നമ്മുടെ ഓണം സെലിബ്രേഷൻസ് ഒക്കെ എത്തി നാട്ടിലൊക്കെ അതിൻ്റെ ഒരു ആഘോഷമൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. മീനാക്ഷിയെ സംബന്ധിച്ച് പല ഷൂട്ടിംഗ് തിരക്കുകളൊക്കെ ഉള്ളത് കൊണ്ട് ബിസി ഷെഡ്യൂളിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ വട്ടത്തെ ഓണം എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ? നാട്ടിലായിരിക്കുമോ അതോ ഷൂട്ടിംഗ് സെറ്റിലും എല്ലാം ആയിരിക്കും? എങ്ങനെയാണ് ഒരു പ്ലാനൊക്കെ? എൻ്റെ ഓണം എല്ലാ പ്രാവശ്യം ഏകദേശം ഒരുപോലെ ആയിരിക്കും. എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഓണമാണ് ഇവിടുത്തെ. ഇവിടെ അച്ഛനും അച്ഛനും ഞങ്ങൾ വീടും തറവാടും ഒക്കെ തൊട്ടടുത്താണ്. അപ്പം അച്ഛൻ, അച്ഛമ്മ, കൊച്ചച്ഛൻ, ചിറ്റ, അച്ഛനമ്മ, ഞങ്ങൾ പിള്ളേരെല്ലാവരും അങ്ങനെ എല്ലാവരും കൂടെ ഉള്ള ഒരു ഓണമായിരിക്കും. കൃത്യസമയത്ത് ഭക്ഷണം രാവിലെ എഴുന്നേൽക്കണം. ഭക്ഷണം ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാക്കുക. എല്ലാവരും ഉണ്ടാവും. അവിടെ തറവാട്ടിലാണ്. ഞങ്ങൾ എല്ലാവരും കൂടിയാ ചെയ്യാം. അപ്പം ഉച്ചയ്ക്ക് സദ്യ ഉണ്ടാവും. പായസം വിത്ത് സദ്യ അതുണ്ടാവും. അതൊക്കെയാണ് എൻ്റെ ഓണം. പിന്നെ എല്ലാവർക്കും ഓണക്കോടി എടുത്തു തരും. ഇവിടെ പ്രത്യേകിച്ച് ഞാനൊരു ഒറ്റ പെൺകുട്ടിയാണ്. അപ്പോൾ ബാക്കിയെല്ലാം പിള്ളേരാ. അപ്പോൾ അതുകൊണ്ട് എനിക്കാണ് ഏറ്റവും കൂടുതൽ ഓണക്കോടി കിട്ടുക. ആ ഒരു കൂടുതൽ കൊഞ്ചിപ്പിക്കൽ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറേ ഓണക്കോടിയൊക്കെ കിട്ടും. അതൊക്കെ തന്നെ ഇവിടുത്തെ ഓണം. അങ്ങോട്ട് ഓണക്കോടി കൊടുക്കും, അനിയന്മാർക്ക് കൊടുക്കും. പിന്നെ അത്തപ്പൂ ഇടും ഞങ്ങൾ എല്ലാവരും കൂടെ. അത് ഒരിടയ്ക്ക് വരെ ഇവിടുത്തെ പൂക്കളെല്ലാം പറിച്ച് അത്തപ്പൂ ഇടുന്നു. പക്ഷെ ഇപ്പോൾ ഞങ്ങളെയൊക്കെ കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇച്ചിരൂടെ ആർഭാടം ആഗ്രഹിക്കുന്നത് കൊണ്ട് നമ്മൾ പുറത്ത് പോയി പൂക്കളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് പൂക്കളം ഇടും. അതൊരു നല്ല പരിപാടിയാണ്. എന്ന് വെച്ചാൽ ഇതിന് ഒരാഴ്ച മുന്നേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഏത് ഡിസൈൻ ഇടും. അതൊക്കെ ഞങ്ങളുടെ വലിയ ചർച്ചകളാണ്, ഞങ്ങളുടെ വലിയ പ്രശ്നങ്ങളാണ് അതൊക്കെ. എന്ന് വെച്ചാൽ ഈ വട്ടം ഒന്നും വരയ്ക്കുമ്പോൾ നമുക്ക് അത്ര കറക്റ്റായി കിട്ടുമല്ലോ, ഇതിങ്ങനെ കൊടിച്ചു പോകും. അപ്പോൾ അതിങ്ങനെ ആരെ കൊണ്ട് വരപ്പിക്കാം, അതൊക്കെ ആയിരിക്കും ഓണമായി കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ചിന്തകൾ. ഓണമായി കഴിഞ്ഞാൽ ഓണത്തിനെ പറ്റി മാത്രമായിരിക്കും ഞങ്ങളുടെ ഇടയ്ക്ക് സംസാരം. അങ്ങനെ അതല്ലാണ്ട് വേറെ സംസാരങ്ങളൊന്നുമില്ല. ഓണമായ ഫുൾ ഓണം. എനിക്ക് ആക്ച്വലി വീടൊക്കെ കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ട്. ഭയങ്കര ഒരു പ്രകൃതി രമണീയതയൊക്കെ തുളുമ്പുന്ന ഒരു വീട്. ആ അറേഞ്ച്മെന്റും എല്ലാം ആരാണ് ഇതെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്? എല്ലാരും കൂടിയാണ്. പക്ഷെ കൂടുതൽ അച്ഛനാണ് ഇതിനോടൊക്കെ കുറച്ച് പ്രാന്ത് കൂടുതലുള്ളത്. എവിടെന്നെങ്കിലും നമ്മള് പറയല്ലേ, അച്ഛൻ്റെ കൂടെ വഴിയിൽ നമ്മൾ പോയാൽ വഴി നിർത്തി കണ്ട ചെടിയുടെ ഒക്കെ തയ്യം പറിച്ചോണ്ട് അച്ഛൻ വരിക. അതിവിടെ കാണാനുണ്ട്. അതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ കാണുന്നത്. വീട് ഇഷ്ടമാണെന്ന് പുറത്തുനിന്ന് ആരെങ്കിലും പറഞ്ഞു കേൾക്കുന്നതേ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. കാരണം ഇങ്ങനെ ഇത് ഓൾറെഡി ഉണ്ടായിരുന്ന വീട് നമ്മൾ റിനോവേറ്റ് ചെയ്തെടുത്തത്. അപ്പൊ പൊതുവെ ഈ റിനോവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഇവിടെ അങ്ങനെ ഒന്നും ചെയ്യാതെ നമ്മൾ മാക്സിമം എങ്ങനെ ഭംഗിയാക്കി എല്ലാവരുടെയും ഇഷ്ടത്തിന് എങ്ങനെ ആക്കാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ എല്ലാവരുടെയും ഇൻപുട്ട് ഇട്ടിട്ട് കുറേ നാളുകളോളം സമയത്ത് ഇപ്പോഴും ഇതിന് പണി തീർന്നിട്ടില്ല. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന വീടാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയുന്ന കേൾക്കുന്ന ഞങ്ങൾക്ക് വലിയ സന്തോഷം. അതൊരു ശാന്തമായ അന്തരീക്ഷം ഇഷ്ടപ്പെടുന്ന പീസ്ഫുൾ ആയിട്ടൊക്കെ ഇരിക്കാൻ നല്ല ശാന്തമാണ്. പക്ഷെ അകത്തുള്ള ആൾക്കാർ ഞങ്ങൾ ആരും ശാന്തമായിട്ടുള്ള ആൾക്കാരല്ല. പ്രത്യേകിച്ച് അനിയന്മാരല്ല. അനിയന്മാരായാലും ഞങ്ങളായാലും അമ്മ അച്ഛയൊക്കെ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് അകത്താ ശാന്തിയൊന്നുമില്ല, പുറത്തൊക്കെ തോന്നുന്നുണ്ട് കാണുമ്പോ. ചെറിയ കുട്ടിയാന്ന് പറയുമ്പോഴും കുറച്ച് ഇന്റലക്ച്വൽ ഒക്കെ ആയിട്ട് സംസാരിക്കാറുണ്ടല്ലേ?
അങ്ങനെ അങ്ങനെ വേണമെന്ന് വെച്ചിട്ട് ഇന്റലക്ച്വൽ ഒന്നും ആവാറില്ല. നമ്മുടെ ചുറ്റുപാടിനെ പറ്റിയും എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഇന്റർവ്യൂസ് ഒക്കെ ഇങ്ങനെ ഇപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ഷോർട്സ് ആയിട്ടും റീലായിട്ടും ഒക്കെ ഇൻസ്റ്റഗ്രാമിൽ കാണുമല്ലോ, ഇങ്ങനെ കുറച്ച് പോർഷൻ കട്ട് ചെയ്തിട്ട് അപ്പൊ അതിന് കുറെ ആൾക്കാരെടുത്ത് റീഷെയർ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ ഞാനെന്ത് ഇങ്ങനെ അവരെല്ലാരും ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്താണ് അത് തിരിച്ച് പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അയ്യോ തന്നെ ഞാൻ ഇത്ര സീരിയസ് ആയിട്ട് മിണ്ടുന്നത്, പക്ഷെ അത് അറിയാതെ വരുന്നതാ. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് അങ്ങനെ തമാശയായിട്ട് കാണാൻ പറ്റത്തില്ല. നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ അതിനെ പറ്റിയുള്ളത് വളരെ മെച്ചുവർ ആയിട്ട് അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു തോട്ട് ആയിരിക്കും നമ്മുടെ മനസ്സിലുള്ളത്. അപ്പൊ അത് അങ്ങനെ വന്നു പോകുന്നതാ. ഈ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ചില അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുമ്പോൾ ചിലര് കുറച്ച് പെർസെന്റേജ് ഓഫ് ആൾക്കാർ പറയും ഈ കൊച്ചിന്തിനാ ഇത്രയും വലിയവായി സംസാരിക്കുന്നത്, ആ രീതിയിലൊക്കെ ചില കമന്റ്സ് ഒക്കെ വരാറുണ്ട്. അപ്പൊ അങ്ങനെ അന്നേരം എന്താ തോന്നാറ്? അത് നമ്മളിപ്പോ ഇവിടെ നിന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്ത കാര്യം. കാരണം നമുക്ക് പ്രായമായിന്ന് ചില സമയത്ത് നമ്മൾ തന്നെ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മുടെ കൂടെയുള്ള ചിലപ്പോൾ കുഞ്ഞുകുട്ടികളായിരിക്കും, അവർ വലുതായിട്ടുണ്ടാവാം. അപ്പൊ നമ്മളും കൂടെ മനസ്സിലാക്കണം അവരുടെ പ്രായം എന്താണ്, അവര് കാണുന്നത് എന്താണ്. ഇപ്പം ഏത് പ്രായത്തിലുള്ള ഒരാളാണെങ്കിലും നമ്മുടെ സൊസൈറ്റിയെ പറ്റിയോ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ പറ്റിയോ അറിഞ്ഞ് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക തന്നെ വേണം. അതാണ് റിയാലിറ്റി. ഇത് പുതിയ ജനറേഷന്റെയും കൂടി ഒരു സ്ഥലമാണ്. അപ്പം പണ്ട് ഇവിടെ ആരൊക്കെയോ ഉണ്ടായിരുന്നു, എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അപ്പുറത്തേക്ക് ഇപ്പൊ ഇവിടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഇത് നമ്മുടെ സ്ഥലമാണ്. അപ്പൊ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ പറ്റി ഒരു മിനിമം ഇപ്പൊ എനിക്ക് പൊതുവെ കുറെ ജനറൽ നോളജ് ക്വസ്റ്റ്യൻ എന്റെ അടുത്ത് ചോദിച്ചാൽ എല്ലാത്തിനും വേണ്ടി ടക്ക് ആൻസർ പറയാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ എന്റെ ചുറ്റുപാടുകളെ പറ്റി എനിക്കൊരു ധാരണയുണ്ട്. അത് നമുക്ക് എല്ലാ സമയത്തും ഇപ്പൊ നമുക്ക് തെറ്റെന്ന് കാണുന്ന കാര്യത്തിനെ പറ്റി സംസാരിക്കുന്നതുകൊണ്ടോ അത് എവിടെയെങ്കിലും അഡ്രസ് ചെയ്യുന്നത് കൊണ്ടോ അതൊരു മോശമാണെന്നൊന്നും എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. പിന്നെ ഈ പറയുന്ന പോലെ എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ള പോലെ തന്നെ അവർക്ക് ഈ പറയുന്ന കമന്റ് എഴുതാനും തിരിച്ചഭിപ്രായം പറയാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം അവർക്ക് ഉണ്ടെന്ന് കൂടി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ മാന്യമായ ഭാഷയിൽ മാത്രം അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. എവിടെയാണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യും. അത് ഞാൻ തിരിച്ച് മറുപടിയും കൊടുക്കാറുണ്ട്. എന്റെ FB കാണുന്ന ആളുകളാണെങ്കിൽ എപ്പോഴും അറിയാം ഞാൻ എന്ത് കമന്റ് വന്നാലും മാന്യമായിട്ടുള്ള കമന്റ് ആണെങ്കിൽ റിപ്ലൈ കൊടുക്കാറുണ്ട്. അല്ലാത്തതിന്റെ പേരിൽ അപ്പം ചിലതിനും അപ്പൊ തന്നെ ബ്ലോക്ക് ചെയ്തിടാറുണ്ട്. അല്ലാത്ത സമയം നമുക്ക് ലീഗലായിട്ട് മൂവ് ചെയ്യാറുണ്ട്. അങ്ങനത്തെ സൈഡ് പരിപാടികളൊക്കെ ഇതിന്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. ചില മോശം കമന്റ്സ് ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ വിഷമിച്ച് ഒരിക്കലും അങ്ങനെയില്ല. കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടത്തിന് മുന്നിലോട്ടല്ല എന്റെ അഭിപ്രായങ്ങൾ ഞാൻ വെക്കുന്നതെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാം. അതുകൊണ്ട് അങ്ങനത്തെ ഒരു വിഷമത്തിനൊന്നും സ്കോപ്പുള്ള ഒരു സ്ഥലമല്ല. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഉള്ള ആർക്കും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ച് നമ്മൾ വിഷമിച്ചിരിക്കാനൊന്നും ഒരിക്കലും പോകുന്നില്ല. അതൊക്കെ ഒരു തെറ്റായിട്ടുള്ള ധാരണയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ മീനാക്ഷി FBയിലൊക്കെ ഇടുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റയിലൊക്കെ ഇടുന്ന ഈ ക്യാപ്ഷൻസ് ഒക്കെ ഭയങ്കര രസമാണല്ലോ. ഇനി പ്രാസ ഒപ്പിച്ച് പറയാ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പേഴ്സണലി ചില ടൈറ്റിൽ ക്യാപ്ഷൻസ് കൊടുക്കുന്ന കൊള്ളാം, ചില കമന്റ്സിന് റിപ്ലൈ കൊടുക്കുന്ന വേണം. അതെല്ലാം പ്രാസ ഒപ്പിച്ചുള്ള വാക്കുകളാണ്. എത്ര സമയം എടുക്കും ഇതൊക്കെ ഒന്ന്? അത് എല്ലാം ഞാൻ തന്നെ ഇരുന്ന് ആലോചിച്ച് സമയം പോച്ച് എഴുതുന്നൊന്നല്ല. ഇതിവിടെ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് വർത്താനം പറയാം. അപ്പൊ നമ്മളിങ്ങനെ ഇത് ആദ്യം വെറുതെ എഴുതി ഇട്ടുകൊണ്ടിരുന്നതാ ഇങ്ങനെ പ്രാസം ഒപ്പിച്ചിട്ട്. പിന്നെ എല്ലാവരും നമ്മുടെ ഇടയ്ക്ക് അതൊരു കളിയായിട്ട് മാറി. എല്ലാവരും ഇപ്പം ഇങ്ങനെ അനിയന്മാരും ഒക്കെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറയും. അപ്പം അങ്ങനെ പറഞ്ഞ് കിട്ടുമ്പോൾ എടുത്ത് എഴുതി ഇടുന്നതാണ്. പേര് കിട്ടിയിട്ടുണ്ട് ക്യാപ്ഷൻ ക്യൂൻ. അതൊക്കെ ചുമ്മാ എവിടുന്നെങ്കിലും എല്ലാവരും പറയുന്നതാ. പക്ഷെ അതൊരു രസമാണ്. എന്ന് വെച്ചാൽ അത് കേൾക്കാൻ ആൾക്കാരുള്ളത് കൊണ്ട് നമുക്ക് രസമാണ് ഇങ്ങനെ പ്രാസം ഒപ്പിച്ച് കളിക്കാനായിട്ട്. ഇപ്പം അതുകൊണ്ട് എന്ത് വാക്ക് കണ്ടാലും അതിനോട് ചേരുന്ന വേറെ വാക്ക് എന്താന്ന് ആദ്യം നോക്കുക. ഞാൻ ഈ കുറെ ഇങ്ങനെ പോസ്റ്റൊക്കെ തപ്പി വിടത്തി അർജന്റീന ഫാൻ ആയിരുന്നല്ലേ? ആണ് ഇപ്പോഴും അതെ ആയിരുന്നുവല്ല. ആണ് വിഷമമായിരുന്നു തോറ്റപ്പോ വിഷമമൊന്നുമില്ല. നമ്മൾ ഫൈനൽ വരെ എത്തി. നമ്മൾ മെസ്സിയുടെ വലിയ ആരാധികയാണ്. ഞാനതെ, അച്ഛനതെ, എല്ലാവരും അതെ. അപ്പൊ ഇപ്രാവശ്യം നമ്മുടെ മാച്ച് തുടങ്ങുന്ന സമയത്ത് അർജന്റീന ഫാൻസിന് പൊതുവെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. മെസ്സിക്കിനി ഒന്നും നമുക്കിനി സമാധാനമായിട്ടിരുന്ന് കാണാം. ഇനിയിപ്പോ ഒന്നും എക്സ്ട്രാ നമുക്ക് കിട്ടാനില്ലല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിട്ട് കാണുന്നത്. പക്ഷേ ഒരു പകുതിയൊക്കെ കഴിഞ്ഞപ്പോൾ ആ സമാധാനം അങ്ങ് മാറി. പിന്നെ നമുക്ക് എങ്ങനെയും കളി നന്നായിട്ട് വന്നാൽ മതി. പക്ഷെ അത്രയും നാൾ വന്ന കളിയിൽ നിന്നും സെമി ഫൈനൽ കഴിഞ്ഞിട്ട് നമ്മുടെ ഫൈനൽ നോക്കുമ്പോൾ അർജന്റീന ഫാൻസിന് പൊതുവെ വിഷമമുള്ളൊരു കളിയായിരുന്നു. എന്താ അങ്ങനെയൊന്നും നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ അപ്പോൾ വിഷമം ഉണ്ടായിരുന്നു. അത് തോറ്റുപോയതിനല്ല നമുക്ക് വിഷമം, അതെന്താ അങ്ങനെ കളി വന്നതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അതിപ്പോൾ തോക്കുക ജയിക്കുക അതൊക്കെ എല്ലാ കളിയിലും ഉണ്ടാവും. അതിന് പ്രത്യേകിച്ച് അങ്ങനെ വിഷമമൊന്നും ആവാറില്ല. പക്ഷെ അർജന്റീനയുടെ കളി ഒരു കളിയാണെങ്കിലും അങ്ങനെ വന്നപ്പോൾ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്തൊരിതായിപ്പോയി. അപ്പോൾ ഈ എപ്പോഴും ബിസി ആയിട്ടുള്ള ഷൂട്ടൊക്കെ കാണും. ഷൂട്ടൊന്നും ഇല്ലാത്തൊരു നോർമൽ ഡേ എങ്ങനെയായിരിക്കും മീനാക്ഷി? ഇങ്ങനെ ഷൂട്ടൊന്നും ഇല്ലാത്ത ദിവസം
ഞാനൊരു എപ്പോഴും എനിക്ക് ലേറ്റ് ആയിട്ട് എഴുന്നേക്കാനാണ് ഇഷ്ടം. എനിക്ക് രാത്രി എത്ര സമയം വേണമെങ്കിൽ ഉണർന്നിരിക്കാം. ആണോ? എനിക്കന്ന് ഇപ്പം എല്ലാവരും അങ്ങനെയാണെന്ന് തോന്നുന്നു. രാത്രിയാണ് കുറച്ചുകൂടെ എൻജോയ് ചെയ്യുന്നത്. എനിക്ക് രാത്രി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം രാത്രി സംസാരിക്കാൻ, രാത്രി പുറത്തോട്ട് നോക്കിയിരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വീട്ടിലാണെങ്കിലും ഇവന്മാർക്കൊന്നും പഠിത്തമില്ലാത്ത ദിവസമാണെങ്കിൽ, ഞങ്ങളിവിടെ 3 പിള്ളേരാ, 2 അനിയന്മാരാണ് എനിക്ക്. അപ്പോൾ പഠിത്തം ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഇവരും എൻ്റെ കൂടെ ഇരിക്കും. അപ്പോൾ ഞങ്ങളിങ്ങനെ രാത്രി ഒത്തിരി വർത്താനമൊക്കെ പറഞ്ഞ് എന്തെങ്കിലും കളിച്ച് ചിരിച്ചൊക്കെ ഇരിക്കും. പക്ഷെ രാവിലെ എഴുന്നേക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ആ ഒരു ഇതിലങ്ങ് എഴുന്നേറ്റ് പോകും. പക്ഷെ ഒന്നും ഇല്ലാത്ത ദിവസം ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു 11:30-12 മണിയൊക്കെ ആവും. എന്നിട്ട് ഞാൻ പിന്നെ രാവിലെ എഴുന്നേറ്റ് വന്ന് രാവിലത്തെ ഉച്ചയ്ക്കത്തെയും കൂടെ ഭക്ഷണം ഒന്നിച്ച് കഴിക്കും. പിന്നെ ഇവിടെ ഞങ്ങൾ എന്തെങ്കിലും ഇപ്പം ഇവിടെ ഏറ്റവും ചെറിയ ആൾ അതൂട്ടാന്ന് ഞങ്ങൾ വിളിക്കുക. അവൻ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൻ്റെ കൂടെ ഞാനിരുന്ന് മറ്റേ പൂപ്പി മഞ്ചാടി അങ്ങനത്തെ സാധനമുണ്ട്. അതെൻ്റെ ഭയങ്കര കംഫർട്ട് സോണാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിവിടെ ഇപ്പം പുതിയ അച്ചയ്ക്ക് ഇരിക്കാനാണ്. എന്നിട്ട് അച്ഛൻ ഒരു റിക്ലൈനറിൻ്റെ കസേര മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും അതോടെ ഞങ്ങൾ 2 പേര് അതിൽ കൊള്ളും. അച്ചയ്ക്ക് ഒരാൾക്ക് ഇരിക്കാൻ അച്ഛൻ വാങ്ങിയത്, പക്ഷെ ഞങ്ങൾ 2 ആൾക്കാർ അതിൽ കൊള്ളും. യൂട്യൂബ് ചാനൽ ഉണ്ടല്ലേ? ഉണ്ട്. അതിൽ വ്ളോഗൊക്കെ ഇടാൻ ടൈം കിട്ടാറുണ്ടോ? ടൈം ഇഷ്ടം പോലെ ഉണ്ട്. എന്ന് വെച്ചാൽ ടൈം ഇഷ്ടം പോലെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോഴാണെങ്കിലും ഒക്കെ യൂട്യൂബ് അതിൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ ഇടയ്ക്ക് നമ്മളൊരു സ്ഥലത്ത് അങ്ങ് മടി പിടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തോ അത് തിരിച്ചു പിടിക്കാൻ പറ്റാത്തതിനോട്ട് ഇങ്ങനെ എടുക്കണമല്ലോ, ഇടണമല്ലോ, അങ്ങനെയൊക്കെ തോന്നും. പിന്നെ ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു മെമ്മറിയും കൂടിയാണ്. എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പണ്ട് ടൂറ് പോയത്, അങ്ങനത്തെ കുറേ നല്ല മെമ്മറീസ് അതിൻ്റെ അത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും അതൊക്കെ ചുമ്മാ ഇങ്ങനെ എടുത്തിടണം, നല്ല രസമായിരിക്കും എന്നൊക്കെ വിചാരിക്കും. നേരത്തെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നല്ലേ? അത് എന്തോ പ്രശ്നം? ഫസ്റ്റ് ടൈം ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അത് വേറൊരു മീഡിയ അത് നോക്കിയിരുന്നത്. അപ്പോൾ അവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും പിന്നെ അഫ്കോഴ്സ് പൈസയുടെയും ഒക്കെ കാര്യമാണല്ലോ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്ന് പിന്നെ അത് മാറിപ്പോയി. നമുക്ക് പറ്റുന്ന ആളുകളല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം ഫ്ലക്സ് എന്ന് പറഞ്ഞിട്ടൊരു ടീമാണ് അവിടെ അത് നോക്കുന്നത്. അവരും ഞങ്ങളെല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഇപ്പം സന്തോഷം, ഹാപ്പി ആയിട്ട് പോകുന്നു. പിന്നെ മീനാക്ഷിയുടെ കൂടെ എപ്പോഴും ഉള്ള ഒരാൾ അച്ഛനാണ്. അച്ഛൻ ഒരു ഡാഡി കൂളാണ്, അച്ഛമ്മോളാണ്. അങ്ങനെയല്ല, ഡാഡി കൂളാണ്, മമ്മിയും കൂളാണ്. അച്ഛയും അമ്മയും എപ്പോഴും കൂടെ ഉണ്ടാവാറുണ്ട്. അവർ 2 പേരും അങ്ങനെയാ. അമ്മ കുറച്ചുകൂടെ, അമ്മ ഭയങ്കര ഇങ്ങനെ ഒതുങ്ങി നിൽക്കുക, ഭയങ്കര പാവമാണ്. അപ്പം അമ്മ ഇങ്ങനെ ഒതുങ്ങിയാ നിൽക്കുക എപ്പോഴും. ഞാനും അച്ഛനാണ് ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കി നടക്കുന്ന ആൾക്കാർ. ഒത്തിരി സംസാരിക്കും. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം കിട്ടിയാൽ മതി, എനിക്കും അച്ഛനും ഒക്കെ ചുമ്മാ സംസാരിക്കാനായിട്ട്. അല്ലെങ്കിൽ ഞാനും അച്ഛനും എപ്പോഴും ഞാൻ അച്ഛനെ പോലെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും ഒരു മിനിയേച്ചർ വേർഷനാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ സ്വഭാവം, ഞാൻ പെരുമാറുന്ന രീതിയൊക്കെ അച്ഛയുടേതാണ്. പക്ഷെ എൻ്റെ ഇമോഷണൽ ഇതൊക്കെ അമ്മയുടെയാണ്. എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ എല്ലാ കാര്യത്തിനും കുഞ്ഞു കാര്യത്തിനൊക്കെ വേഗം സങ്കടമാവും. വേറെ ആരെങ്കിലും വിഷമിച്ചാൽ അത് എന്നെ പെട്ടെന്ന് ബാധിക്കും. അപ്പം എനിക്ക് ആ സ്വഭാവം പൊതുവെ ഇഷ്ടമല്ല. ചുമ്മാ ആരെങ്കിലും വിഷമിച്ച് ചിലപ്പോൾ അവരുടെ വിഷമം തീർന്നിട്ടുണ്ടാവും, ഞാനതോർത്ത് വീണ്ടും വിഷമിച്ചുകൊണ്ടിരിക്കും. അപ്പം എനിക്കത് എന്നെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അത് അമ്മയുടെ സ്വഭാവം. അപ്പം അങ്ങനത്തെ ഇമോഷണൽ കാര്യങ്ങളിലും ഞാൻ ചിന്തിക്കുന്ന രീതിയൊക്കെ കുറച്ചുകൂടെ അമ്മയെ പോലെയാണ്. പക്ഷെ പെരുമാറുന്നൊക്കെ അച്ഛനെ പോലെയാണ്. ഞാൻ കുറേ മീനാക്ഷിയുടെ ഇൻ്റർവ്യൂവിൽ കണ്ടിട്ടുണ്ട്, അച്ഛനും അമ്മയും നല്ല സ്പേസ് തരുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ഓപ്പണായി പറയാനുള്ളൊരു സ്പേസ് മീനാക്ഷിക്ക് തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ അല്ലെങ്കിൽ അമ്മ തന്ന ഒരു കുറച്ച് അഡ്വൈസ് എന്തൊക്കെയാണ് ഈ ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോൾ? അങ്ങനെ എന്തെങ്കിലും? എനിക്ക് അങ്ങനെ ഒരു അഡ്വൈസും തന്നിട്ടില്ല. അവരുടെ ഏറ്റവും വലിയ വിജയവും അവരുടെ സമാധാനവും സന്തോഷവും എന്ന് ഞാൻ വിചാരിക്കുന്നത് അവർ ഒരു 10-18 വയസ്സ് വരെ അവർക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന പോലെ, അല്ലെങ്കിൽ അവർ കണ്ട ലോകം എങ്ങനെയാണ്, ഈ ഭയങ്കര നന്മകൾ മാത്രമുള്ള ഒരു ലോകത്തേക്കല്ല നമ്മൾ ഇറങ്ങി ജീവിക്കാൻ പോകുന്നതെന്ന് അവർ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മളെ നോക്കണമെങ്കിൽ നമ്മൾ തന്നെ വേണം. അല്ലെങ്കിൽ പുറത്ത് 2 പേര് മോശക്കാർ നിൽപ്പുണ്ട്, അതുകൊണ്ട് നീ അവരുടെ ഇടയ്ക്കേക്ക് ഇറങ്ങരുത് എന്ന് പറയാതെ നിന്നെ എങ്ങനെ ഡീൽ ചെയ്യണം നീ തന്നെ പഠിക്കണം എന്ന് പറഞ്ഞ് അവർ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അത് അവർ 3 കുട്ടികളെയും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞങ്ങളും കോൺഫിഡൻ്റ് ആണ്. അവരും ആ കാര്യത്തിൽ നമ്മളെവിടെ വിടാനാണെങ്കിലോ അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് സംസാരിക്കാനാണെങ്കിലോ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഇവരെ ഏറ്റവും കൂടുതൽ കോൺഫിഡൻ്റ് ആയിരിക്കും. അവൾ പോയിട്ട് വരും, അല്ലെങ്കിൽ അവളത് ചെയ്തോളും എന്ന് എന്നെ കഴിഞ്ഞും കോൺഫിഡൻസ് ഉണ്ടാവുക എൻ്റെ അച്ഛയ്ക്കും അമ്മയ്ക്കും. പിന്നെ ഇപ്പം എനിക്ക് ഈ ഒക്ടോബറിൽ 21 വയസ്സാവും. അപ്പം എനിക്കിപ്പം നേരത്തെ ചേച്ചി പറഞ്ഞതുപോലെ എനിക്കൊരു പ്രത്യേകമായിട്ടുള്ള സ്പേസ് തരുന്നുണ്ട്. എനിക്ക് എന്ത് കാര്യവും വീട്ടിൽ പറയാം എന്നതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു സ്പേസ് എനിക്ക് തരേണ്ടതല്ല, എനിക്ക് അങ്ങനെ ഒരു സ്പേസ് ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കി. അത് എനിക്ക് മുന്നേ അവർ മനസ്സിലാക്കിയത് കൊണ്ട്
ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ കുറച്ചുകൂടെ നല്ല കംഫർട്ടബിൾ ആണ്. അപ്പോൾ ആദ്യമൊക്കെ ഞാനും എല്ലാവരും വിചാരിച്ചിരുന്നത്, ഇപ്പം എൻ്റെ പ്രായത്തിലുള്ള ആളുകളെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചത് എല്ലാവരുടെയും വീട് ഇങ്ങനെയാണ്. പിന്നെ പയ്യെ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി, ഓരോരുത്തർ നമ്മളുടെ അടുത്ത് ഓരോ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി എൻ്റെ അച്ഛനും അമ്മയും പോലെ ആയിരിക്കില്ല എല്ലാ ആളുകളും, വ്യത്യാസമാണ്, ഓരോ വീടും വ്യത്യാസമാണ്, സാഹചര്യം വ്യത്യാസമാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ എളുപ്പമായിരുന്നു അത്. എനിക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും എനിക്ക് ഇവരുടെ അടുത്ത് വന്ന് പറയാൻ പറ്റുന്നുണ്ട്. എനിക്കങ്ങനെ ഒരു ഇത് അച്ഛനോട് അമ്മയോടും പറയണോ എന്നുള്ളൊരു തോട്ട് ഇതുവരെ വന്നിട്ടില്ല. കാരണം അങ്ങനെ ഒരു തോട്ട് ഉണ്ടാവുന്നത് നമ്മൾ പേടിക്കുമ്പോഴാണ്, അയ്യോ ഇതറിഞ്ഞ ഇവരുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് വിചാരിക്കുമ്പോഴാണ് നമുക്കൊരു ചെറിയ പേടി വരിക. പക്ഷെ അങ്ങനെ ഒരു പേടി നമുക്കില്ലാത്ത പക്ഷം ആ വിഷയം വരുന്നില്ലല്ലോ. അപ്പം ഞാൻ ഭയങ്കര കംഫർട്ടബിൾ. അതുകൊണ്ട് എനിക്ക് വീട്ടിലിരിക്കാൻ ഏറ്റവും ഇഷ്ടം, എനിക്ക് ഇവരുടെയൊക്കെ കൂടി പുറത്തു പോകാൻ ഏറ്റവും ഇഷ്ടം. എനിക്കങ്ങനെ ഒത്തിരി ഫ്രണ്ട്സ് ഒന്നും ഉള്ള ആളല്ല, പക്ഷെ എനിക്ക് ഉള്ള ഫ്രണ്ട്സൊക്കെ എൻ്റെ വളരെ ചെറുപ്പം തൊട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഞാനത് ഭയങ്കര അങ്ങനെ കാണുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് വേഗം ഒരു ഫ്രണ്ട്ഷിപ്പ് വന്നതങ്ങ് പോകാനോ അല്ലെങ്കിൽ ഒരു ടൈം പാസിന് വേണ്ടി നമ്മൾ ഒരാളുടെ അടുത്ത് അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനോ അതൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. എന്ത് രസമായിട്ട് സംസാരിക്കുന്നത് ഞാൻ ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. കേൾക്കാൻ നല്ല രസമുണ്ട്. ആണോ? എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് പറയുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ നേരിട്ട് ഇപ്പോഴല്ലേ കാണുന്നത്. അത് ഞാൻ പൊതുവെ എങ്ങനെയാ ചുമ്മാ വർത്താനം പറഞ്ഞാലും ഞാൻ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാ സംസാരിക്കും. എനിക്ക് മിണ്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ആരോട് മിണ്ടിയാലും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് എന്റെ കാര്യമൊക്കെ ഇങ്ങനെ പറയാനായിട്ട്. മീനാക്ഷിയുടെ പേര് അനുനയ അനൂപ്. ഞാനത് അടുത്തിടെ അറിഞ്ഞത്. ആണോ? അതിപ്പോ അങ്ങനെ ആർക്കും അറിയൊന്നുമില്ല. അനുനയ അനൂപ് എന്നാ ശരിക്കും പേര്. മീനാക്ഷി എന്നെ വീട്ടിൽ വിളിക്കുന്ന പേരാ. വീട്ടിൽ വിളിക്കുന്ന പേര് മീനാക്ഷി, ശരിക്കും പേര് അനുനയ, അങ്ങനെ ഇട്ടതാണ്. പിന്നെ ഞാൻ ഈ ഫീൽഡിലോട്ട് വന്നപ്പോ അനുനയാന്ന് വിളിക്കാൻ പാടാ, അപ്പൊ മീനാക്ഷി എന്നെല്ലാരും വിളിച്ചു, അങ്ങനെയായി. ഇപ്പൊ അത് ചുരുങ്ങി വേറെ 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 പേരുകളായി. ഏത് പേരാ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല. എന്നെ മീനാക്ഷി എന്ന് വിളിക്കുന്നവരും വളരെ കുറവാണ്. എന്നെ ഓരോ ആളുകളും കുറെ നേരം മിണ്ടി കഴിയുമ്പം എന്നെ എന്തെങ്കിലും വിളിക്കും, പിന്നെ അത് അവർ വിളിക്കുന്ന പേരാവും അങ്ങനെ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം എന്നെ വേറെ വേറെ പേരാണ് വിളിക്കുന്നത്. അച്ഛൻ എന്നെ കുഞ്ഞാപ്പി എന്നാണ് വിളിക്കുന്നത്, അമ്മ എന്നെ ചിലപ്പോൾ മണിക്കുട്ടി എന്ന് വിളിക്കാറുണ്ട്, അച്ഛമ്മ എന്നെ മാളു എന്നാണ് വിളിക്കുന്നത്. എന്നെ എല്ലാവരും വേറെ വേറെ പേരാ വിളിക്കുന്നത്. ഫ്രണ്ട്സിനറിയോ പേരൊക്കെ, അതോ ഫ്രണ്ട്സ് എന്താ വിളിക്കുക? അവർക്ക് ഇഷ്ടമുള്ള പേരാ വിളി. ഓരോ ആൾക്കാർക്കും ഓരോരോ പേരാ. കോളേജിലൊക്കെ പോകുമ്പോൾ ഒരു സെലിബ്രിറ്റി ആണെന്നുള്ള രീതിയിൽ അങ്ങനൊന്നുമില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ എൻ്റെ ഒരു പ്രായത്തിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഇടപഴകാനും മിണ്ടാനും ഒക്കെ കുറച്ചുകൂടെ രസമാണ്. എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര ഓക്വേർഡ് ആയിരിക്കുമോ, എല്ലാവരും നമ്മളെ ഭയങ്കര അങ്ങനെ കാണുമോ. പക്ഷെ ഒന്നുമില്ല, അവർ നമ്മളെ വേഗം കൂട്ടും. ഇപ്പം ഇച്ചിരൂടെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആകുമ്പോഴാണ് ആ ഒരു ഗ്യാപ്പ് നമ്മുടെ ഇടയ്ക്ക് വരും. അയ്യോ ഇതിങ്ങനെ എപ്പോഴും ടി വിയിൽ കാണുന്ന ആളാണല്ലോ എന്നുള്ള അവർക്ക് അതൊരു വേറെ സ്നേഹമായിരിക്കും. പക്ഷെ ഈ ഒരേ പ്രായത്തിലുള്ള ആൾക്കാരാകുമ്പോൾ അത് വേഗം മാറും. ആദ്യത്തെ ഒരു ദിവസമൊക്കെ മേ ബി അങ്ങനെ ഉണ്ടാവുമായിരിക്കും, പിന്നെ രണ്ടാമത്തെ ദിവസമൊക്കെ മുതൽ നമ്മൾ നല്ല കൂട്ടായിരിക്കും. അപ്പൊ മീനാക്ഷിക്ക് 2 അനിയന്മാരാണുള്ളതല്ലേ? 2 അനിയന്മാരാണ്. അവർക്ക് എത്ര വയസ്സുണ്ട്? ഒരാളിപ്പോ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മറ്റാൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പൊ എത്ര വയസ്സിന്റെ വ്യത്യാസം? ഒരാളായിട്ട് 6 വയസ്സിന്റെ എങ്ങാണ്ട് വ്യത്യാസമാണ്, മറ്റേ 13 14 വയസ്സ് വ്യത്യാസമുണ്ട്. ചേച്ചിയമ്മയാണ്. അവന് ചേച്ചിയെ കഴിഞ്ഞും കൂടുതൽ ഒരു അമ്മ ഫീലാ, ഭയങ്കരമായിട്ട് അങ്ങനെ തന്നെയാ. അതെനിക്കും അങ്ങനെ തന്നെയാ, നമുക്കും അങ്ങനെ തന്നെയാ. ഇവനെ ഇങ്ങനെ ഉണ്ടായി കിട്ടുന്നതും അതൊക്കെ എനിക്കിപ്പോഴും നല്ല ഓർമ്മയാണ്. മറ്റാളുടെ എനിക്ക് അതൊന്നും അങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല, പക്ഷെ എവിടെയൊക്കെയോ ഉണ്ട്. പക്ഷെ ഇവന്റെ എനിക്ക് അത്ര ഓർമ്മ ഇങ്ങനെ നമുക്ക് കിട്ടുന്നു, ഇവന് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്, അയ്യോ എല്ലാ കാര്യങ്ങളും നമുക്ക് ഭയങ്കര അമ്മ ഫീലാണ്. അത് വേറെ തന്നെ എനിക്കൊന്നും അങ്ങനെ അധികം ആർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ടിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ മീനാക്ഷിയുടെ അതേ പാതയിലേക്ക് അനിയന്മാരും വരിക എന്നൊക്കെ കേട്ടു. അനിയൻ നടുക്കത്തെ ആളാണ് കൂടുതലും സിനിമകളൊക്കെ ചെയ്യുക. അവനിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളയിൽ ടോവിനോ ചേട്ടൻ്റെ മോനായിട്ടും കടുവയില് പൃഥ്വിരാജിന്റെ മോനായിട്ടും അങ്ങനെ ഇപ്പം നമ്മുടെ മനോരഥങ്ങൾ വന്നില്ലേ, അപ്പൊ അതില് മമ്മൂക്കയുടെ കുട്ടിക്കാലം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവൻ കുറേ ചെയ്തിട്ടുണ്ട്, ഒത്തിരി പേരുടെ കൂടി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഏറ്റവും ഇളയാളാണ്. ഇതാണ് ഞങ്ങളുടെ അദു ബേബി. അദു ബേബി ഇപ്പോ ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 2ാം ക്ലാസ്. അതുകൊണ്ട് എന്നെ ചോദിച്ചാലും ഉത്തരം പറയാൻ റെഡി ആയിട്ട് വന്നിരിക്കും. അതാ ഇങ്ങനെ നിൽക്കുന്നത്. ചേച്ചി എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ചേച്ചി വഴക്ക് പറയോ? എന്തിനാ വഴക്ക് പറയാ? എന്തിനാ വഴക്ക് പറയാ? പറ. എന്തിനൊക്കെയാ വഴക്ക് പറയാ ചേച്ചി?
ചേച്ചിപ്പ പറയും എന്തിനാ ഞാൻ അവനെ വഴക്ക് പറയുന്നത്, ചേച്ചിപ്പ. അത് അവൻ തന്നെ വിളിച്ചു തുടങ്ങിയത്. അവൻ അങ്ങനെയാ വിളിക്കുക, ചേച്ചിപ്പാന്ന്. ഇവനിപ്പോ നമ്മുടെ ഒരു മെയിൻ സ്ട്രീം റാപ്പ് ചെയ്യുന്ന എല്ലാവരും കൂടെ കൂടിയിട്ട് അവരൊരു ആൽബം റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് തിരുമാലിയുടെ കുട്ടിക്കാലം ചെയ്യുന്നത് ഇവനാണ്. അപ്പൊ ഞങ്ങൾ അതിന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യാം. എനിക്കൊന്നും അവരെ കഴിഞ്ഞ് കൂടുതൽ ഞങ്ങളാണ് വെയിറ്റ് ചെയ്യുന്നത്. അത് പുറത്ത്, കാരണം അവൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെ ഉണ്ട് എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഭയങ്കര വെയിറ്റിംഗ് ആണ്. അതെ, അപ്പൊ ചേച്ചിയെ പോലെ അനിയന്മാരും സൂപ്പർ സ്റ്റാറുകളായിട്ട് വരട്ടെ. അയ്യോ, അതിലും നന്നായിട്ടാവട്ടെ, ഒരു മുഴം മുന്നേ. അതെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി ആണോ പറ? ഹാപ്പി ആണോ? ഓക്കെ, പോവാണോ? ബൈ ബൈ. ബൈ ബൈ. ഈ സിനിമയിൽ ചില ഇമോഷണൽ സീൻസ് ഒക്കെ ചെയ്യുമ്പോൾ അത് ചെറിയ ആൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവനെ കൊണ്ട് അത് നമുക്ക് അവനെ കാണിക്കാൻ പറ്റൂല. ഇപ്പം ചില സിനിമയിൽ ഇപ്പം ഞാൻ കരയുന്നത് പറഞ്ഞാൽ അവൻ അത് റിയലൈസ് ചെയ്യാനായിട്ടില്ല. അത് നമ്മൾ ചുമ്മാ അഭിനയിക്കുന്നതാണെന്നൊന്നും അറിയത്തില്ല. അപ്പൊ ഇപ്പം ഭയങ്കരമായിട്ട് കരയും. ഇവന് നമുക്കിങ്ങനെ ചങ്കത്ത് തൊട്ട് നോക്കി ഏറെ ഇങ്ങനെ പിടിപിടിപിടിപിടൂന്ന് ഇടിക്കും. അപ്പൊ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളത് ചുമ്മാ കാണിക്കുന്നതാണെങ്കിൽ പോലും അവനെ കൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവന്റെ ചേച്ചിപ്പ കരയുന്നത് അവന് സഹിക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും അവനെ അങ്ങനെ കാണിക്കാറില്ല. ഈ അനിയന്മാരൊക്കെ ഈ മിനുട്ടിയുടെ സിനിമയൊക്കെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറയാറുണ്ടോ? നല്ലോണം കളിയാക്കും. അത് സിനിമയൊന്നും കണ്ടിട്ടല്ല. എന്തെങ്കിലും ഇപ്പം ഇങ്ങനെ നമ്മളിപ്പോ ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യുന്നതായാലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഇപ്പം ഇത് തന്നെ കട്ട് ചെയ്തിട്ട് റീലായിട്ട് വരൂല്ലേ, ഇപ്പം എന്തെങ്കിലും പറയുന്നതോ അങ്ങനെ എൻ്റെ കുറേ റീല് പോലെ അങ്ങനെ വന്നിട്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവന്മാരിത് എനിക്ക് തന്നെ അയച്ചു തന്നിട്ട് നീ ആരാന്നാ എൻ്റെ വിചാരം, അവളുടെ വർത്താനം കേട്ടില്ലേ അങ്ങനെ പറഞ്ഞിട്ട് തന്നെ ഇതാക്കും. അല്ലാണ്ട് അവരങ്ങനെ എൻ്റെ ഇതൊന്നും എന്നെ സ്പെഷ്യലായിട്ട് അങ്ങനെ കാണും അങ്ങനെയൊന്നുമില്ല. സിനിമ കാണും, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, മോശമാണെങ്കിൽ മോശം തന്നെ പറയും. ഈ സിനിമയിൽ ചില ഇമോഷണൽ സീൻസ് ഒക്കെ ചെയ്യുമ്പോൾ അത് ചെറിയ ആൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവനെ കൊണ്ട് അത് നമുക്ക് അവനെ കാണിക്കാൻ പറ്റൂല. ഇപ്പം ചില സിനിമയിൽ ഇപ്പം ഞാൻ കരയുന്നത് പറഞ്ഞാൽ അവൻ അത് റിയലൈസ് ചെയ്യാനായിട്ടില്ല. അത് നമ്മൾ ചുമ്മാ അഭിനയിക്കുന്നതാണെന്നൊന്നും അറിയത്തില്ല. അപ്പൊ ഇവൻ ഭയങ്കരമായിട്ട് കരയും. നമുക്കിങ്ങനെ ചങ്കത്ത് തൊട്ട് നോക്കി ഏറെ ഇങ്ങനെ പിടിപിടിപിടിപിടൂന്ന് ഇടിക്കും. അപ്പൊ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളത് ചുമ്മാ കാണിക്കുന്നതാണെങ്കിൽ പോലും അവനെ കൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവന്റെ ചേച്ചിപ്പ കരയുന്നത് അവന് സഹിക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഇതൊന്നും അവനങ്ങനെ കാണിക്കാറില്ല. പൊതുവെ അങ്ങനെ ബാക്കി ആരെന്ത് കരയുന്ന വന്നാലും അതൊന്നും പുള്ളിക്ക് വിഷയമല്ല. പക്ഷെ നമ്മളിങ്ങനെ കരയുന്നതൊക്കെ ഭയങ്കര സങ്കടമാണ്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനെ പൊതുവെ അത് കാണിക്കാറില്ല. മനസ്സിലാക്കാനുള്ള പ്രായം എത്തുന്നേ ഉള്ളൂ. അപ്പൊ ഇനി ഇതൊക്കെ കഴിഞ്ഞ് സിനിമയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിലും നമ്മള് ഒപ്പം അമർ അക്ബർ അന്തോണി അതിലൊക്കെ ഒരു കൊച്ചിൻ്റെ ക്യാരക്ടറൊക്കെ ചെയ്ത് അങ്ങനെ വന്നിട്ടാണ് പിന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി ആയിക്കോട്ടെ പ്രൈവറ്റിലൊക്കെ ആ ഒരു ലെവലിലേക്കൊക്കെ മീനാക്ഷി മാറിക്കഴിഞ്ഞു. വലിയൊരു ഗ്യാപ്പിൽ നല്ലൊരു സിനിമകളിലേക്കൊക്കെ എത്തിത്തുടങ്ങി. അപ്പോൾ ആദ്യമായിട്ട് സിനിമ സെറ്റിലേക്ക് വന്ന അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്കുള്ളൊരു എൻട്രി എങ്ങനെയാണെന്ന് ഓർക്കുന്നുണ്ടോ? കുഞ്ഞു പ്രായമാണെന്ന്. അത് എൻട്രി എങ്ങനെയെന്ന് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. പക്ഷെ അമർ അക്ബർ ഓക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്ക് ഇന്നലെ കഴിഞ്ഞ പോലെ തന്നെ ഓർമ്മയുണ്ട്. കാരണം അതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സെറ്റായിരുന്നു എല്ലാം. പിന്നെ അഭിനയിക്കുന്ന ആൾക്കാരാണെങ്കിലും എപ്പോഴും നമ്മൾ TV കാണുന്ന ആൾക്കാർ ഇവരെ നമ്മൾ വേഗം നേരിട്ട് കാണുന്നു. പക്ഷെ അന്ന് കുറച്ചുകൂടെ കുഞ്ഞായിരുന്നത് കൊണ്ട് നമുക്കത് എപ്പോഴും അങ്ങനെ എന്താ പറയുക, ഈ എക്സൈറ്റ്മെന്റ് ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ല. അത് ഒരു ദിവസം കഴിയുമ്പോൾ അതങ്ങ് പോകും. പിന്നെ നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിലുള്ള ആരുമാണ് കാരണം അത് അവരങ്ങനെ നിൽക്കുന്നതുകൊണ്ടും കൂടെ കേട്ടോ. അവർ നമ്മുടെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് നിൽക്കുക. എൻ്റെ വീട്ടിലുള്ള ആരെയോ പോലെ അവർ പെരുമാറുക നമ്മുടെ അടുത്ത്. അത്ര നന്നായിട്ടാ എല്ലാവരും സെറ്റിൽ നിൽക്കുക. അപ്പം അതുകൊണ്ട് ആ 2 സെറ്റും ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. തുടക്കം എന്നുള്ള നിലയ്ക്ക് ഇപ്പം ഇരുന്ന് കാണുമ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ ഇതൊക്കെ എങ്ങനെയാ അന്ന് ഇത്ര ഇതായിട്ട് ചെയ്തേ, അല്ലെങ്കിൽ എന്ന് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് ഇപ്പം ഇരുന്നാലും. എത്ര വയസ്സുണ്ടായിരുന്നു? 8 വയസ്സ് 9 വയസ്സ് അങ്ങനെ വല്ലായിരിക്കും. 2 സിനിമയും 2, 8, 9 അങ്ങനെ വല്ലായിരിക്കും. അപ്പൊ ആദ്യമായിട്ട് സെറ്റിലോട്ട് ചെന്നപ്പോ ഒരു ടെൻഷൻ ഒന്നും അത് മനസ്സിലാക്കാനുള്ള ഇല്ല, അതൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ആകെ അമർ അക്ബറിന് ചെല്ലുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഞാൻ വളരെ ചെറുപ്പം തൊട്ടേ ഭയങ്കര പൃഥ്വിരാജ് ഫാനാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇതിൽ പൃഥ്വിരാജ് ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞിട്ട് ഞാൻ മാത്രം വിശ്വസിച്ചില്ല. ഞാൻ പറഞ്ഞു അതെന്നെ പറ്റിക്കാൻ പറഞ്ഞു. കാരണം ഞാൻ അങ്ങനെ കാണുന്ന ഒരാൾ ഈ സിനിമയിലുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കൂടെയാണ് ഞാൻ അഭിനയിക്കാൻ പോകുന്നത്, ഞാൻ അതൊന്നും സമ്മതിച്ചു കൊടുക്കണം. പിന്നെ പറഞ്ഞിട്ടിരിക്കും. അപ്പം പെട്ടെന്ന് അങ്ങനെ ചെല്ലുന്നു. എന്നിട്ട് വേഗം കാണുന്ന സമയത്ത് എനിക്കുണ്ടായൊരു സന്തോഷമുണ്ട്. അതെനിക്ക് ഇപ്പോഴും ഓർക്കും പറയാൻ പറ്റും. എനിക്ക് വേറെ ഒരു ആക്ടേഴ്സിനെയോ, എനിക്ക് എല്ലാവരും ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആൾക്കാരാണ് എല്ലാവരും. പക്ഷേ
എനിക്കിപ്പോഴും പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു ആക്ടറിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം എനിക്ക് വേറെ എവിടെ സന്തോഷമല്ല അത് എനിക്കൊരു അങ്ങനെ തോന്നും അതെനിക്ക് അത്. പക്ഷെ ഇപ്പൊ നമ്മൾ കാണുമ്പോഴും എനിക്കറിയാം നമ്മളിങ്ങനെ സിനിമ ചെയ്തിട്ടുണ്ട്, നമുക്ക് പരിചയമുള്ള ഒരാളാണ്, നന്നായിട്ടാണ് നമ്മളോട് ഇങ്ങോട്ടും പെരുമാറുക, നന്നായി നമ്മളോട് സംസാരിക്കും. പക്ഷെ അതൊക്കെയാണെങ്കിലും നമുക്ക് എപ്പോൾ കാണുമ്പോഴും അതൊരു പുതിയ ആളെ പോലെയാ എനിക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് അന്ന് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. മീനാക്ഷിയുടെ ഇന്റർവ്യൂവിന്റെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ ചില കമന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടോ ലേഡി പൃഥ്വി? അത് ഞാൻ കാണാറുണ്ട്. അത് പക്ഷെ അത് ഞാൻ എപ്പോഴും കാണാറുണ്ട്. അതിപ്പോൾ ഞാൻ ഏത് ഇന്റർവ്യൂ വന്നാലും അങ്ങനെ എന്ത് വന്നാലും അതിൻ്റെ താഴെ അങ്ങനെ കുറേ കമന്റ്സ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് കമൻസ് വായിക്കാനൊക്കെ ഇഷ്ടമാണ്. ചിലതിന് ഞാനിരുന്ന് വായിക്കും. അപ്പോൾ ഞാനിങ്ങനെ ഇതൊക്കെ വരുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ എനിക്കത് നല്ല ഇഷ്ടമാണ്. പിന്നെ അത് ചുമ്മാ അതൊരു ഫൺ എന്നുള്ള രീതിയിലേ ഞാൻ എടുക്കാറുള്ളൂ. പക്ഷെ മറ്റതൊരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ സെറ്റിൽ ചെല്ലുമ്പോഴായാലും അഭിനയിക്കുമ്പോഴായാലും ഒക്കെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആ സമയത്തൊക്കെ. അതിപ്പോൾ സിനിമ കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെ, എനിക്ക് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ ഒപ്പത്തിലോട്ട് വരുവാണെങ്കിലും നമ്മൾ ഏറ്റവും സ്വപ്നം കാണുന്നതാണ് ലാലേട്ടൻ്റെ കൂടെയൊക്കെ അഭിനയിക്കും, ഒന്ന് കാണാൻ പറ്റുക എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒപ്പത്തിൽ അഭിനയിക്കുന്നത്. ആദ്യമായിട്ട് ലാലേട്ടനെ കണ്ടപ്പോൾ എന്താ തോന്നി? ലാലങ്ങളെ കാണുന്ന സമയത്ത് ഒന്നാമത് ലാലങ്ങളും പ്രിയനങ്ങളും കൂടെയുള്ള ഒരു കോംബോ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര നമുക്ക് അങ്ങനെ കിട്ടിയല്ലോ എന്നോർത്ത് എനിക്ക് ഇപ്പോഴും ഭയങ്കര അത്ഭുതമാണ്. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നമുക്കതൊന്നും അത്ര കറക്റ്റായിട്ട് അറിയൊന്നുമില്ല. എപ്പോഴും ടി വിയിൽ കാണുന്ന ഒരു സംഭവത്തിനെ നമ്മൾ നേരിട്ട് കാണുന്നു, അങ്ങനെ ആ സമയത്തുള്ള ഫീല്. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ ചെന്നപ്പോൾ എനിക്ക് അങ്ങോട്ട് മിണ്ടാനൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ഇങ്ങനെ എപ്പോഴും ടി വി കാണുന്ന പക്ഷെ നമുക്കിങ്ങനെ വേഗം അങ്ങോട്ട് കയറി മിണ്ടാനോ എന്താ മിണ്ടുക, അങ്ങനെ പേരെന്നാന്നൊന്നും എന്നായാലും ചോദിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്താ സംസാരിക്കുക. അപ്പോൾ അതോർത്ത് ഞാൻ ഇങ്ങനെ മിണ്ടാൻ നിൽക്കുമ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എൻ്റെ ഫസ്റ്റ് ടൈം കാണുന്ന സമയത്ത് എൻ്റെ കയ്യിലൊരു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ താന്ന് വന്നിട്ട്, ചെറുതല്ലേ അപ്പോൾ ഇങ്ങനെ താന്ന് വന്ന് ചോദിച്ചു എന്നെ അറിയുമോ എന്ന് ചോദിച്ചു. ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് എനിക്കൊരു ബിസ്ക്കറ്റ് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് കൊടുത്തു. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ടൈം ലാലങ്ങളെ കാണുന്നതും ഞാൻ അങ്ങനെ സംസാരിക്കുന്നതും ഒക്കെ ആ സമയത്താണ്. പിന്നെ അങ്ങോട്ട് ഭയങ്കര കൂട്ടായിരുന്നു. എനിക്ക് ശരിക്കും ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിലുള്ള ഒരാളെ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അത് ലാലങ്ങളുടെ ഒരു വലിയ പ്രത്യേകതയോ എനിക്ക് അറിഞ്ഞൂടാ, ആ ഒരു പ്രസൻസ് ആണോ അത് ചില ആൾക്കാർക്കേ അങ്ങനെ ഉണ്ടാവാറുള്ളൂ. ഇപ്പോൾ ചിലരോട് നമ്മൾ മിണ്ടുമ്പോൾ നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. അത് എല്ലാവരോടും മിണ്ടുമ്പോൾ അങ്ങനെ പറ്റിക്കൊള്ളണമെന്നില്ല. ലാലങ്ങൾ അങ്ങനത്തെ ഒരാളാണ്. നമ്മൾ എന്ത് സംസാരിച്ചാലും നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടിരുന്ന സംസാരിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പം കുറച്ച് ബലം പിടിച്ചൊക്കെ സംസാരിക്കണം എന്ന് വിചാരിച്ചാലും നമ്മൾ സംസാരിച്ചൊക്കെ തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര പറയാം, എന്നെ വേണം പറയാം, നമ്മളോട് തിരിച്ച് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് റിപ്ലൈ ആയിരിക്കും വരുന്നതെന്ന് നമുക്ക് അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരാളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന എനിക്കിപ്പോഴും ഇരുന്ന് ആലോചിക്കുമ്പോൾ അന്ന് എല്ലാവരും എൻ്റെ അടുത്ത് അറിയും, അത് ഇപ്പോഴും കാണുമ്പോൾ പറയുന്ന ആൾക്കാർ ലാലങ്ങളുടെ തോളെ കയറിയ ആളല്ലേ ഇത്, ലാലേട്ടൻ്റെ തോളയിലിരുന്ന ആളല്ലേ ഇതെന്ന് പറയും. അപ്പോൾ എനിക്കതൊക്കെ ഇപ്പോൾ കേൾക്കുമ്പോഴും ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അങ്ങനെ അത്രയും ചെറിയൊരു പ്രായത്തിൽ അങ്ങനെ 2 സിനിമ, പിന്നെ അതിൻ്റെ കന്നഡയാണെങ്കിലും വരുന്നു എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഇരുന്ന് ആലോചിക്കുമ്പോൾ അപ്പോൾ അതൊക്കെ വളരെ കാഷ്വലായിട്ട് നടന്നു. പക്ഷേ ഇപ്പോൾ ഓർക്കുമ്പോൾ അതൊക്കെ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ സിനിമയിൽ ഏറ്റവും ഓർത്തിരിക്കുന്ന ഒരു ബെസ്റ്റ് സീൻ ഏതായിരിക്കും? ഏതാ? ഒപ്പത്തിലാണോ? ഒപ്പത്തിൽ ഇങ്ങനെ ചെറിയ എറിയുന്ന ഒരു സീനുണ്ട്. ഞാൻ ഇങ്ങനെ വാ തുറന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ വായിലേക്ക് ഇങ്ങനെ എറിയും. അത് ഞങ്ങൾ എത്ര നോക്കിയിട്ട് മുഖത്തൊക്കെ എവിടെയെങ്കിലും തട്ടിപ്പോവും. എന്നിട്ട് ഞാൻ കുറേ ചെറു തിന്നേണ്ടി വന്നു. അങ്ങനെ റീടേക്ക് എടുക്കുന്ന സമയത്ത് അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നിട്ട് ഞാൻ ഇങ്ങനെ ലാലങ്ങളുടെ വായിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഞങ്ങൾ അന്ന് ഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളത് കളിച്ചോണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ ഈ സിനിമയൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്രൈവറ്റ് എന്ന സിനിമയിലോട്ട് വന്നാൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതിൽ ഭയങ്കര ഒരു മെച്യൂറായിട്ടുള്ളൊരു ക്യാരക്ടറൊക്കെ ചെയ്യുന്ന, മറ്റതൊക്കെ നമ്മളൊരു കുഞ്ഞു കുട്ടിയായിട്ട് കണ്ട് വന്നതാണ്. പിന്നെ ഇതിൽ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് വലിയ മീനാക്ഷിയാണ്. അപ്പോൾ മാത്രമല്ല ഇന്ദ്രൻ സംഘിൻ്റെ കൂടെ അഭിനയിക്കുന്നു, ഒരു നാഷണൽ സ്റ്റേറ്റ് അവാർഡ് വിന്നറിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കുക എന്ന് പറയുന്നത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. ഒരു ഫുൾ ലെങ്ത് ക്യാരക്ടർ ചെയ്യുക മറ്റതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് മീനാക്ഷിയെ സംബന്ധിച്ച് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. അപ്പോൾ ഇന്ദ്രൻ ചേട്ടൻ്റെ കൂടെ അഭിനയിക്കുമ്പം എന്തെങ്കിലും ടിപ്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ മീനുട്ടി എന്തെങ്കിലും കണ്ടു പഠിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിൽ നിന്ന്? ഇല്ല, അതെന്ന് വെച്ചാൽ അത്
നമ്മുടെ ആന്ന് നമുക്ക് തോന്നിപ്പോകും. നമ്മുടെ എന്തോ ഒരു സാധനം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന എന്തോ ഒരു സാധനം പോലെ നമുക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ കൂടെ നടക്കും. എന്നെ പറഞ്ഞാലും അതങ്ങ് സമ്മതിച്ചു തന്നോളും. ഇപ്പൊ ഞാൻ വഴക്കുണ്ടായിക്കൊണ്ട് ചെന്നാലും അതങ്ങ് സമ്മതിച്ചോളും. അതെല്ലാ കാര്യത്തിനും അങ്ങനെയാണ്. നമുക്കിങ്ങനെ അയ്യോ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ പ്രൈവറ്റിന്റെ സെറ്റിൽ ഞാൻ എന്ന് വെച്ചാൽ പ്രൈവറ്റ് എന്ന് പറയുന്ന സെറ്റ് ഞാനിത് മുന്നേ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തീരെ കംഫർട്ടബിൾ അല്ലാതെ ഞാനിത് ഇത് എങ്ങനെയാണ് ഇത് എടുക്കാൻ പോകുന്നത് ഒന്നും അറിയാതെ അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്ന ഒരു സെറ്റാണ് പ്രൈവറ്റ്. അപ്പോൾ അതിലെൻ്റെ ആകെയുള്ളൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആ സമയത്ത് ഷൂട്ട് നടക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെന്ന് പറയുന്നത് എനിക്ക് ഇന്ത്യൻ സംഘടന. അപ്പോൾ അങ്കിള് വന്നപ്പോൾ തൊട്ടാണ് എനിക്ക് ഭയങ്കര സമാധാനവും സന്തോഷവും കിട്ടുന്നത്. ഭയങ്കര കൂട്ടായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് തമിഴ്നാടൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഭക്ഷണമൊന്നും അത്ര ശരിയാകത്തില്ല. അപ്പോൾ അവിടുത്തെ കറിയും അങ്ങനെയൊന്നും നമുക്ക് വേഗം ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഞാനും ആണെങ്കിലും അങ്കിളാണെങ്കിലും ഇച്ചിരിയേ കഴിക്കത്തുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് നല്ല സാധനമൊക്കെ ആണെങ്കിൽ എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് എനിക്ക് ഒരു ഷെഡ്യൂൾ ബ്രേക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ആൻറ്റീനെ കൊണ്ട് അച്ചാറൊക്കെ ഉണ്ടായിക്കൊണ്ട് വരും. ഞാൻ ഒന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ അല്ലാത്ത ഒരാൾ അങ്ങനെ ചെയ്യൂലല്ലോ. അപ്പോൾ എനിക്കത് ഭയങ്കര അങ്ങനെ തോന്നി. എൻ്റെ തന്നെ ഇത് എൻ്റെ വീട്ടിൽ നിന്ന് വന്നൊരു സാധനം, അങ്ങനെ ഞാൻ കൊണ്ടുവന്നൊരു സാധനം, ഇത് വേറെ ആർക്കും കൊടുക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നാറുണ്ട്. പ്രായത്തിനൊപ്പം അങ്ങ് ചേരും. പ്രായത്തിനൊപ്പം ചേരുന്ന കഴിഞ്ഞാൽ അതെങ്ങനെ എനിക്കറിയത്തില്ല അതെങ്ങനെ അങ്ങനെ വരുന്നത്. എല്ലാരോടും നന്നായിട്ടാ മിണ്ടുക, എല്ലാരോടും നന്നായിട്ടാ സംസാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കൈരളിയുടെ പ്രേക്ഷകർക്ക് ഒരു ഓണാശംസയൊക്കെ പറഞ്ഞാലോ? പിന്നെന്താ പറഞ്ഞോളൂ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കൈരളിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും കൈരളിയുടെയും ചേച്ചിയുടെയും ഒക്കെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നല്ലൊരു ഓണമായിരിക്കട്ടെ. ഹാപ്പി ഓണം. ഓക്കെ, അപ്പം മീനാക്ഷിക്കും അടുത്ത സിനിമ സൂപ്പർ ഹിറ്റ് ആവട്ടെ, ഒത്തിരി ഉയരങ്ങളിൽ എത്തട്ടെ. നമുക്കൊക്കെ ഒത്തിരി അഭിമാനമാണ് മീനാക്ഷിയെ പോലെയുള്ള ഒരാൾ വളർന്നു വരുന്നത് കാണുമ്പോൾ. അപ്പോൾ ഇനിയും ഒത്തിരി ഉയരങ്ങളിൽ എത്തട്ടെ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. താങ്ക് യു.